ഞാൻ ഡോക്ടർ രാധിക. വീണ്ടും സമ്മർ സീസൺ വരികയാണ്. എല്ലാവർക്കും അറിയാം, ചൂട്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കുടിക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മൾ ചില ശരീരപ്രകൃതിക്കാർക്ക്, എസ്പെഷ്യലി നമ്മൾ ആയുർവേദം നോക്കുകയാണെന്ന് വെച്ചാൽ പിത്ത ശരീരപ്രകൃതിക്കാർക്ക് ഒരു ചെറിയ ചൂട് വരുമ്പോഴേക്കും അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അവർക്ക് കൈകാലിലൊക്കെ ഭയങ്കര ചൂട്. പിന്നെ അത് അവർ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു സ്കിൻ ഡിസീസായിട്ട് തന്നെ മാറും അവർക്ക്. എസ്പെഷ്യലി പെട്ടെന്ന് അവർക്ക് പ്രകടമായി കാണുന്നത് സ്കിന്നിലെ ഫേസിലെ പിമ്പിൾസ് ആയിട്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഗ്രേ ഹെയർ ആയിട്ട് കാണാം, ആ ശരീര ചൂട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ എങ്ങനെ നമ്മുടെ ഡീഹൈഡ്രേറ്റ് ആവാതെ നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കാം, പിന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കൊണ്ടുവരാം, അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് ജോലി ചെയ്യണവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ ശരീരത്തിൽ ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും തലയൊരു കെട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? കാരണം തലയിൽ നമ്മളൊരു കവറിങ് കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ 10 to 4 നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ഹെഡ് കവർ ചെയ്യാൻ നോക്കുക, ഒരു കുട പിടിക്കാൻ നോക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. പക്ഷേ എത്ര വെള്ളം കുടിച്ചാലും ദാഹം പോരാന്നൊരു തോന്നലേക്ക് വരും. കാരണം ബോഡിക്ക് ഹീറ്റ് അത്രത്തോളം ഉണ്ട്. അപ്പോൾ ബോഡീനെ കൂൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പല സലാഡ്സും പറയാറുണ്ട്, ഫ്രൂട്ട്സ് പറയാറുണ്ട്. അതുപോലെ ഒരു സാധനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത് കാണുന്നത്. ഗോണ്ട് കത്രിയ എന്ന് പറയും ഇതിനെ.